കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും ആശങ്കകൾ പരിഹരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി നാളെ ആക്ഷൻ കൗൺസിലിന്റെ പൊതുയോഗം ബദേൽ സെന്റ് ജേക്കബ്സ് പള്ളി പാരിഷ് ഹാളിൽ നടക്കും. 2009 വിഭാവനം ചെയ്തതാണ് കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV പദ്ധതി. 2012 ഇതുമായി ബന്ധപ്പെട്ട് ബോർഡ് കർഷകരെ സമീപിച്ചെങ്കിലും കൃഷിഭൂമിയും കാർഷിക വിളകളും ഇല്ലാതാക്കുന്ന പദ്ധതിക്കെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് ബോർഡ് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ജീവനക്കാർ നിശബ്ദമായി സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ഉടമസ്ഥരറിയാതെ അടയാളക്കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സമീപകാലത്താണ് ഈ ലൈൻ കൊമ്പൊടിഞ്ഞാലിൽ നിന്നും പണിക്കൻകുടി, മേലെ ചിന്നാർ, മഞ്ഞപ്പാറ, പച്ചടി, ബഥേൽ, പത്തുവളവ്, ചക്കക്കാനം, കല്ലാർ തുടങ്ങിയ ജനവാസ മേഖലകളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രദേശവാസികൾ അറിയുന്നത്. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിലയെപ്പറ്റിയോ കാർഷിക വിളകളുടെ നഷ്ടപരിഹാരത്തെപ്പറ്റിയോ കർഷകരോട് സംസാരിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാതെ സർവേ നടപടികൾ തുടരുകയും പണിക്കൻകുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വൈദ്യുതി വകുപ്പ് അധികൃതരുമായും മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നഷ്ടപരിഹാരം കണക്കാക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. കർഷകരുടെ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കളക്ടറുമായിട്ടുള്ള മീറ്റിങ്ങുകളും പല മീറ്റിങ്ങുകളും ഇതിനോടനുബന്ധിച്ച് ഇതിനുവേണ്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയുണ്ടായി. അവസാനം ഫെബ്രുവരി മാസം 28-ാം തീയതി ഇതിനൊരു തീരുമാനമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ കളക്ടറുടെ അടുത്ത് നമ്മുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിനും MP ആയ ഡീൻ കുര്യാക്കോസും ഒക്കെ ചേർന്നുള്ള ഒരു മീറ്റിങ്ങിലാണ് അവിടെ ചർച്ച നടക്കുകയുണ്ടായി. അങ്ങനെ അവസാനം ഫെബ്രുവരി മാസം 28-ാം തീയതി ഇതിനൊരു അവസാന തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതിനൊരു തീരുമാനം പോലും ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു KCB അധികൃതർ ഇതിന് ഈ സർക്കാരിന്റെ പോലും ഒരു നഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർഷിക വിളകളുടെ ഇനം തിരിച്ച് 30 മുതൽ 50 വർഷത്തെ ആദായ നഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ടവർ നിർമ്മാണത്തിനായി റോഡ് വെട്ടുന്നതിന് ഏറ്റെടുക്കുന്ന ഭൂമിക്കും നഷ്ടപരിഹാരം നൽകണം. ഓരോ കർഷകനും നൽകുന്ന നഷ്ടപരിഹാരത്തുക രേഖപ്പെടുത്തി കർഷകരെ ബോധ്യപ്പെടുത്തിയ ശേഷം സമ്മതപത്രം നൽകണം. പട്ടയമില്ലാത്തവർക്കും പട്ടയമുള്ളവർക്ക് നൽകുന്ന അതേ നഷ്ടപരിഹാരം നൽകണം. വീടും മറ്റു നിർമ്മിതികളും നഷ്ടപ്പെടുന്നവർക്ക് ഇവ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലവും ധനസഹായവും നൽകണം. നഷ്ടപരിഹാരത്തുക കർഷകരുടെ അക്കൗണ്ടിൽ ലഭിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണം അനുവദിക്കുകയുള്ളൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു. വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന മേഖലയിൽ 440 കുടുംബങ്ങളുണ്ട്. ഇവരുടെ യോഗമാണ് നാളെ നടക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് തുടർ നടപടികളും മറ്റും തീരുമാനിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫാദർ ജോസഫ് നടുപ്പടവിൽ, കൺവീനർ ജോൺസൺ കിഴക്കേക്കര, സജി പേഴത്തുവയലിൽ, ജോജി ഇടപ്പള്ളിക്കുന്നിൽ, മാത്തുക്കുട്ടി ഇടയിടം, രാജേഷ് അമ്പഴം, തോമസ് കോട്ടുതൊണ്ടയിൽ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.